ഇവിടെ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കി എടുക്കാൻ പോകണേ. നമുക്കിനി ചിക്കൻ്റെ പണി തുടങ്ങാവേ. ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് കറി വെക്കാനാണ്. അപ്പോൾ കുറച്ച് ചിക്കൻ മസാല, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും കൊടുത്ത്, പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി, പിന്നെ കുറച്ച് നമ്മുടെ എരിവെള്ള മുളക് പൊടി, കുറച്ച് മതി എരിവെള്ള മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് കുറച്ച് ഉപ്പിട്ട് കൂടിയിട്ട് നന്നായിട്ട് ഒഴിച്ചെടുത്ത് നന്നായിട്ട് തിരുമായത് നല്ലോണം തിരുമ്മി പിടിപ്പിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. കാണുന്നുണ്ടല്ലോ അല്ലേ ഞാൻ ഈ ചെയ്യണതൊക്കെ. ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിക്കണേ. ചെറുനാരങ്ങ നീര് വേണ്ടവർക്ക് ഒഴിക്കാൻ കേട്ടോ, പക്ഷെ ഞാൻ ഒഴിക്കുന്നില്ല. ഇനി അതവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരട്ടെ. ഇനി അല്ലാണ്ട് തീ കത്തിക്കുകയാണേ. തീ കത്തിച്ചിട്ട് നമുക്ക് ചിക്കൻ വറുത്തെടുക്കാം. അപ്പം ഈ അടപ്പ് കത്തിച്ചു. ഇനി ഇപ്പുറത്തെ അടപ്പിൽ ഇത് പൈനാപ്പിൾ പച്ചടി വെക്കാനായിട്ടാണ്. പൈനാപ്പിൾ പച്ചടിയല്ല, പൈനാപ്പിൾ മോര് കാച്ചിയത്. അപ്പോൾ അത് ആ അടപ്പത്ത് ഇരിക്കട്ടെ. അതിനകത്ത് പച്ചമുളക്, മഞ്ഞൾപ്പൊടി, പിന്നെ ഈ ഇതിൻ്റെ കഷ്ണങ്ങൾ അത്രയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇപ്പുറത്തെ അടപ്പിൽ എനിക്ക് ഇത് വെക്കണം, ചിക്കൻ വറുക്കാനായിട്ട് ഇടണം. ചിക്കൻ വറുക്കാനായിട്ട് ആ വെള്ളം ഒന്ന് വറ്റട്ടെ, എന്നാലേ എണ്ണ കുടിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് ശരിയാവില്ല. പെട്ടെന്ന് അതിൻ്റെ എണ്ണ വറ്റി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം, ചിക്കൻ ഇട്ട് കൊടുക്കാം. എല്ലാം വറ്റണമില്ലല്ലോ ദൈവമേ. അപ്പോൾ ഈ ചിക്കനകത്ത് ഞാൻ പരട്ടിയിരിക്കുന്നതനുസരിച്ച് ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അത് അവർ തന്നെ മുറിച്ച് തന്നാണ്. അതിനകത്ത് ഞാൻ കുറച്ച് ചിക്കൻ മസാല, മുളക് പൊടി, എരിവെള്ള മുളക് പൊടിയും എരിവില്ലാത്ത മുളക് പൊടിയും, പിന്നെ ഉപ്പ്, കുരുമുളക് പൊടി, ഇത്ര സാധനങ്ങൾ, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വേണ്ടവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് ഒഴിക്കാൻ കേട്ടോ, പക്ഷെ ഞാൻ ഒഴിക്കുന്നില്ല. അതാ എണ്ണ ഒഴിച്ച് ഇനി കഷ്ണങ്ങൾ ഇറക്കിയിടാം. കഷ്ണങ്ങൾ ഇറക്കിയിടട്ടെ. ഇത്ര അതിനകത്തുനിന്ന് വേവിട്ടേക്കാം. ഇത് നമുക്ക് രണ്ടാമത്തെ ഇതാക്കിയെടുക്കാം. ഇത് വേവിട്ടെ. ആദ്യത്തെ ഞാൻ കോരി ഇട്ടാം, രണ്ടാമത്തെ സെറ്റ് ഇടാൻ പോവാണേ. ഇത് നല്ലോണം ഒരിച്ചെടുക്കൂല കേട്ടോ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തേങ്ങാപ്പാലിൽ കിടന്ന് വേവാനായിട്ടുള്ളതാണ്. അതുകൊണ്ട് നന്നായിട്ട് വേവിക്കില്ല, ഒരു ഹാഫ് വേവ്.
മാത്രമേ എടുക്കുള്ളൂ. ഇനി അത് രണ്ടാമത്തെ സെറ്റ് കൂടി വെന്തോട്ടെ. രണ്ടാമത്തെ സെറ്റ് ഞാൻ മറച്ചിടാൻ പോവാണ്. അതൊന്ന് മൂക്കട്ടെ. മുരിയണ്ട, ഒന്ന് മൂത്താൽ മതി. ഈ പൈനാപ്പിളിന് നല്ല വേവാണ്. അത് താമസിച്ച് കറി വേവാനായിട്ട്. കുക്കറിനകത്ത് കഴിക്കാത്ത അതിൻ്റെ ടേസ്റ്റ് പോകും. കുക്കറിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കലങ്ങി പോകും. ഇത് നമുക്ക് എടുക്കാം കേട്ടോ. രണ്ടാമത്തെ സെറ്റ് നമുക്ക് എടുക്കാം. എടുത്തതിൽ സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ഇത്ര സാധനങ്ങൾ മൂപ്പിച്ച ശേഷം ഈ കഷ്ണങ്ങൾ അതിനകത്തേക്ക് ഇടണം. ഇതിനകത്ത് വേറെ എരിവും ഒന്നും ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇതെല്ലാം പുരട്ടി വറുത്തിരിക്കുന്നതുകൊണ്ട് അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കഷ്ണങ്ങളെല്ലാം വറുത്ത് കൂടി ഇതിനകത്തിട്ട് നമുക്ക് ഇതിട്ട് കൊടുക്കാം. പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, സവാള, ഇത്ര സാധനങ്ങൾ ഇട്ട് കൊടുക്കാം അതിനകത്തേക്ക്. അതൊന്ന് മൊഴിയട്ടെ. അപ്പോഴേക്കും കുറച്ച് തേങ്ങാപ്പാൽ പിഴിയണം. തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മളുടെ കറി ശരിയാവും. അപ്പോൾ ഇതാ സവാള ഒരുവിധം മൂത്തിട്ടുണ്ട്. ഞാൻ നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി മാത്രമേ ഇടുന്നുള്ളൂ മസാല കൂട്ടത്തിലായിട്ട്. കുറച്ച് മല്ലിപ്പൊടി ഇട്ട് ഈ മല്ലിപ്പൊടിയുടെ പച്ചമണം ഒന്ന് മാറട്ടെ. അത്രേ സമയം നമുക്ക് ഇളക്കാം. എരിവ് വേണ്ടവർക്ക് ഈ സമയത്ത് എരിവ് ഇടാം കേട്ടോ. ഞാൻ എരിവ് ഇറക്കാൻ നേരത്ത് കുറച്ച് കുരുമുളക് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി എരിവ് മുളകൊക്കെ നമ്മൾ പുരട്ടി അധികം വറുത്തത്, അത് കാരണം. പിന്നെ അതിന് നമുക്കിനിയിപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങളെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ചിക്കൻ കഷ്ണങ്ങളെല്ലാം കൂടി ഇട്ട് അതൊന്ന് ഇളക്കി മറിക്കട്ടെ കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 2-3 മിനിറ്റ് ഇതിനകത്തൊന്ന് കിടന്ന് ഒന്ന് ഇതാകട്ടെ. അപ്പോഴേക്കും നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കും. കറിയോട് ഞാൻ കടപ്പെട്ടിരിക്കുന്ന ഒരാളുടെ അടുത്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു. പുള്ളിയുടെ പേര് ജോസഫ്. ഞങ്ങൾ ആപ്പാന്തറയെന്നാണ് വിളിക്കുന്നത്. വെച്ചാൽ ആപ്പാന്തറ വൈക്കത്ത് ആപ്പാന്തറയുടെ പുള്ളി വരുന്നത്. പുള്ളിയാണ് ഇങ്ങനെ കറി വെക്കാൻ പഠിപ്പിച്ചിരുന്നത്. പുള്ളി ഒരു ദിവസം ഞങ്ങൾ ഓഫീസിലിരുന്ന് കറി വെക്കണ കാര്യം അതും ഇതൊക്കെ പറയുമായിരുന്നു പണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും പറഞ്ഞു, ചിക്കൻ നിങ്ങൾ ഇതേപോലെ എല്ലാ സാധനങ്ങളെല്ലാം പരത്തിയിട്ടൊന്ന് വറുത്തിട്ട് കറി വെച്ച് നോക്കാൻ. എൻ്റെ വീട്ടിലങ്ങനെ ചിക്കനൊന്നും അധികം വാങ്ങിക്കൊന്നുമില്ലായിരുന്നു. പുള്ളി ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ ചെയ്ത് നോക്കാമല്ലോ എന്ന് വിചാരിച്ച് ചിക്കൻ വാങ്ങി ചെയ്ത് നോക്കി. അടിപൊളി സൂപ്പർ ടേസ്റ്റ് ഈ കറിക്ക്. പിന്നീട് ഞാൻ പച്ച വെക്കാറില്ല. അതുപോലെ എനിക്ക് ചിക്കൻ്റെ പച്ചക്കറി ഇഷ്ടമായിട്ട് വായെല്ലാം ഞുരിക്കും കിടന്നു. അപ്പോൾ ഇങ്ങനെ തന്നെ വെക്കുന്നത് എപ്പോഴും. ഇനിയിപ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇറക്കാൻ നേരത്ത് കുറച്ച് ഇതിനകത്ത് മല്ലിയിലയും കറിവേപ്പിലയും കിഴി ഇടണം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കുക. ഈ തേങ്ങാപ്പാലിൽ കിടന്നിരുന്ന് നല്ല സോഫ്റ്റ് ആവും സംഭവം. ഉപ്പൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ഇതിനകത്ത് ഉപ്പൊക്കെ ഒന്ന് ഇറങ്ങട്ടെ, എന്നിട്ട് ഉപ്പ് നോക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മളുടെ ഇത്
പൈനാപ്പിൾ എന്തൊരു വേവാണ്. ഇതിന് എത്ര സമയമായി വെച്ചിട്ട് പൈനാപ്പിൾ ഇതുവരെ വെന്തിട്ടില്ല. അത് കല്ല് പോലെ കിടക്കുന്നത്. കുക്കറിനകത്ത് വേവിച്ചാലോ, ഒരു വിസിൽ കേട്ടിട്ടെടുക്കാം നല്ലത്. അല്ലെങ്കിൽ മുഴുവനും എൻ്റെ കൂടെ നിൽക്കേണ്ടി വരും. ഒരു ചൂട വെക്കട്ടെ, അല്ലെങ്കിൽ ഇത് എത്ര സമയം കിടന്നാലും സംഭവം വേവില്ല. അത് അപ്പോഴേക്കും ചിക്കൻ കറി ഒന്ന് കുറുകി വരട്ടെ. ഇതിന് ഗ്രേവിയൊന്നും ഉണ്ടാവില്ല, നല്ല എന്താ പറയണത്, കുറുകിയിരിക്കുള്ളൂ. ഉപ്പ് ഇത് മുൻപിലാണെങ്കിലും ഉള്ളൂ, കുറവില്ല. ഞാൻ ചീനച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി. കിളിമീൻ വറക്കാൻ പോകുന്നത്, 2 കിളിമീനുണ്ട്, അത് വറക്കണം. കിളിമീൻ അടപ്പത്തിട്ടുണ്ട്, അത് ശരിയാവട്ടെ കേട്ടോ. കണ്ടോ ചിക്കൻ്റെ പരിവാൻ കണ്ടോ, വെള്ളമെല്ലാം വറ്റി നല്ല ഡാർക്ക് കളറായി സാധനം. ഇപ്പം നല്ല വെണ്ണ പോലെ വെന്തിട്ടുണ്ടാവും. അപ്പം ഞാൻ അടപ്പ് ഓഫ് ചെയ്യാണ്. അപ്പോൾ ഓഫ് ചെയ്തിട്ട് നമുക്കിവിടെ മാറ്റി വെക്കാം. അപ്പോഴേക്കിനി ആ മറ്റേ തൈര് ശരിയാക്കണ്ടേ, തൈര് കറി ശരിയാക്കണം. ഒരു മിനിറ്റ്. അപ്പോൾ ഇനി ഈ ഇടപ്പത്തേക്ക് നമുക്ക് മീൻകറി വെക്കാം. മീൻകറി അതിനകത്ത് തേങ്ങ, പിന്നെ മുളക് പൊടി, 2 മുളക് പൊടി, ഉപ്പ്, പുളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. ഇത് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് കഷ്ണം പരത്തിയിട്ട് കൊടുക്കാം കേട്ടോ. ചീരയും ചെമ്മീനും കൂടെ തോരൻ വെക്കാനിട്ടുണ്ട്. അതും കൂടി തുടങ്ങാം നമുക്ക്. ചീനച്ചട്ടി ഇത് കത്തിച്ചില്ല, ഗ്യാസ് എന്തിയാവും, ഗ്യാസിൻ്റെ ലൈറ്റർ ഇത് ചൂടാവട്ടെ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഈ മോര് കാച്ചിയിൽ മോരിലെ പൈനാപ്പിൾ കാച്ചാൻ വേണ്ടിയിട്ടേ കുക്കറിനകത്ത് വെച്ചോളൂ. കുക്കറിനകത്തിട്ട് വേവിച്ചിട്ട് 2 വിസിൽ കെട്ടിട്ട് വെന്തിട്ടില്ലാത്ത ഈ സാധനം ഭയങ്കര വേവ് തന്നെ. വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായിട്ടുണ്ട്. കുറച്ച് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില അത് പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിൽ ചെമ്മീൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ചെമ്മീൻ്റെ വെള്ളം കുറച്ച് മൂക്കി കളഞ്ഞിട്ട് നമ്മൾ വെക്കാം. നമുക്ക് ചെമ്മീൻ്റെ വെള്ളം ഊറ്റിക്കണ്ട, ചെമ്മീനായിട്ട് കൊടുക്കും. ഞാനൊക്കെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെമ്മീൻ്റെ വെള്ളം കുറച്ച് വെള്ളം ഉണ്ടാവും, പച്ചക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ചീര ഇട്ട് കൊടുക്കാം. നല്ല വെള്ളം വറ്റിയിട്ടാണ് ഇനി നമുക്ക് ചീര ഇട്ട് കൊടുക്കാനാകട്ടെ. ചീരക്കകത്ത് എല്ലാം കൂടെ അരിഞ്ഞ് തേങ്ങയും ജീരകവും വെളുത്തുള്ളി, ചുവന്നുള്ളി, കറിവേപ്പിലയും എല്ലാം കൂടെ ഞാൻ ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് കൊടുത്ത്
ഇനി അത് ഒന്ന് ഇളക്കി കൂട്ടി വെക്കുക, മൂടി വെക്കുക. അതൊന്ന് വേവട്ടെ. മീൻകറി തിളച്ചു തുടങ്ങുന്നുണ്ട്. മീൻകറിക്കകത്തേക്ക് ഒരു കഷ്ണം ഇട്ട് കൊടുക്കണം. മീൻകറിക്കകത്തേക്ക് ഞാൻ കഷ്ണം പെരട്ടിയിടാൻ പോവാണ് കേട്ടോ. മീൻകറി നന്നായി തിളക്കുന്നുണ്ട്. മീൻകറിയുടെ കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വരട്ടെ. അപ്പോഴേക്കും ചീര ഉടനെയായി നോക്കട്ടെ കേട്ടോ. ചീര ഒന്നും ആയിട്ടില്ല. ചൂട് അവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇത് പൈനാപ്പിൾ വേവിച്ച് വെച്ചിട്ടില്ലേ, പൈനാപ്പിൾ വെന്തിട്ടില്ല കേട്ടോ. ശരിക്കും കുക്കറിനകത്ത് 2 വിസിൽ വേവിച്ചാണ്. അതിനകത്തേക്ക് ഞാൻ തേങ്ങ എല്ലാം കൂടി അരച്ച് തൈര് ഒഴിച്ചാണ് അരച്ചിരുന്നത്. എല്ലാം കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നോക്കട്ടെ കേട്ടോ, ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കട്ടെ. പുളി കുറവാണ്. അടുപ്പത്ത് വെച്ചൊന്ന് തിളവരണം. തിളക്കണ്ട, ഇപ്പോഴും പുളിയില്ല. മിൽമയുടെ പാക്കറ്റ് പാലാണ്, അല്ല പാക്കറ്റ് തൈരാണത്. ഇനി മതി. ഇനി നാളെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര പുളിയാവും. ചീര നോക്കട്ടെ കേട്ടോ, ചീര വെന്തിട്ടുണ്ടോന്ന്. ചീര ഒന്നും കൂടെ വേവാനുണ്ട്. അപ്പം നേര് തീറ്റാത്ത അവിടെ കിടക്കട്ടെ. മീൻകറി പറ്റിയിട്ടോ, കാണിച്ചു തരാം. മീൻകറി നന്നായിട്ട് പറ്റി. ഇനിയിപ്പോൾ ഞാൻ മോര് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് തിള വരണം. 4 സൈഡിൽ നിന്ന് ഇങ്ങനെ തിള പോലെ വരില്ലേ, അന്നേരം നമുക്കത് ഇറക്കാം. ഇത് കടുക് പൊട്ടിക്കാം. അതും കൂടി കഴിഞ്ഞാൽ പണിയെല്ലാം കഴിഞ്ഞു. പണിയെല്ലാം കഴിഞ്ഞതുകൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഇറക്കാം കേട്ടോ. മീൻ്റെ അടപ്പ് ഓഫ് ചെയ്ത് അതിൻ്റെ പണി കഴിഞ്ഞു. ഇതിനകത്ത് കുറച്ച് കടുക് തളിക്കണം. എണ്ണ ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഉലുവ തളിക്കണം. ഉലുവ, പിന്നെ കുറച്ച് കടുക്, തളിച്ച് ഉലുവ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുകും കൂടെ ഇട്ട് കൊടുക്കാം. കടുകും പൊട്ടി വരുമ്പോഴത്തേക്ക് പിന്നെ ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി മൊരിയിട്ടിട്ട് പെട്ടെന്ന് മൊരിയുള്ളി. കടുക് മൂത്തല്ല, ഇത് മൂത്ത് കേട്ടോ. ഉള്ളി ഇത് നമുക്ക് കുറച്ച് ഉണക്കമുളക്
കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. ചോറ് തിളപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അതൊന്നും കൂടി ഇതാക്കണം. അതും കൂടി കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. ചോറ് കൂടെ ഞാനെടുത്ത് വെക്കട്ടെ. കൂടെ ചോറ് വെന്ത് കാണും. എന്നാലും നോക്കട്ടെ. ഇല്ല, വെന്തിട്ടില്ല. ചോറ് അവിടെ നിന്ന് വേവട്ടെ. അപ്പോഴേക്കും ചോറിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ചോറിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ചോറ് അവിടെ നിന്ന് തിളക്കട്ടെ. തിളക്കല്ല, ചോറ് വെന്തിട്ടില്ല ശരിക്കും. ഇനി എനിക്കൊരു ചായയും കൂടി കുടിക്കണം. ഇവിടേക്കൊന്ന് തുടച്ചാൽ മാത്രം മതി. അരി അവിടെ നിന്ന് വെന്തോട്ടെ. എന്നാലും സമയമായിട്ടില്ലല്ലോ. തുടക്കാം. എനിക്ക് പാത്രം കഴുകാന്ന് വെച്ചാൽ ഇത്രയും ദേഷ്യമുള്ള സംഭവമില്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ പാത്രം വെച്ചാൽ വെളുക്കൂല. ഈ വലത് കൈക്ക് സ്വാധീനം ഇല്ലാത്തതുകൊണ്ട് എത്ര തേച്ചാലും പാത്രം വെളുക്കൂല. ഞാൻ എല്ലാം ചെയ്യട്ടെ, അങ്ങനെ ചെയ്തു വെക്കുന്നതാണ്. എന്തായാലും പാത്രം വെളുക്കൂല. തുടക്കം ഞാൻ പറഞ്ഞില്ല, ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കുടിക്കണം. അതും കൂടെ കുടിച്ച് കഴിഞ്ഞാൽ തീർന്നു. അതുകൊണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുള്ളൂ. 63 പേരെ ഉള്ളത് വരെ. എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി തന്നെ. എന്നും ഞാൻ പറയേണ്ട അവസാനം എനിക്ക് തന്നെ നാണക്കേടായി തുടങ്ങിയ ടൈപ്പാണ് ഇതിങ്ങനെ പറഞ്ഞു. നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സ് വെച്ചാലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചെയ്യണത്. അതിങ്ങനെ ആയിപ്പോയി. എന്ത് ചെയ്യാനായിട്ടാണ്? ഓക്കെ.